എന്ത് ചെയ്യുമെന്തോ. പരീക്ഷയ്ക്കാണെങ്കിൽ മാർക്കും കുറവാണ്. ഫോൺ എടുക്കാനും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം വരും. മോനെ, ഞാൻ വന്നോ? ഡേ പറഞ്ഞ് തീർന്നില്ല, ദാ വന്ന് നശൂലം പിടിക്കാനായിട്ട്. എന്താ റിസൾട്ട് നോക്ക്. മാമന്റെ വീട്ടില് മുട്ട വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള മുട്ട എന്റെ പേപ്പറിൽ തന്നെ ഉണ്ട്. പൊട്ടി. മോനെ, ഒരു വിസ റെഡിയാക്കി വെച്ചോ. താനാണ് ഗൾഫിലേക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട്, വ്യക്തികൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നത്? തനിക്ക് നാണമില്ലേടോ? തൻ്റെ ഒരു മോൻ നല്ല ഹൈ ക്വാളിഫൈഡ് ഡിഗ്രി പഠിച്ച് പാസ്, ഇതിന്റെ പരിന്തോ കുരുകാണല്ലേ? എനിക്കെന്തോ ഒട്ടകത്തിന്റെ പാല് കറക്കാൻ പണിയാ? അയ്യോ, ഒട്ടകത്തിന്റെ പാല് കറക്കല്ല, അവിടെ വ്യക്തികളുണ്ട് ഇഷ്ടം പോലെ. എന്തിനപ്പ ഇത്? കൊച്ചിയിൽ ഞാൻ തിരുവനന്തപുരം സംഖ്യ പറയുകയാണെങ്കിൽ അവിടെ മണലല്ലേ, ഗൾഫ് എന്ന് പറയുന്നത് മൊത്തം മണലല്ലേ അപ്പി? ആ ഒരു മണലെല്ലാം വാരി വണ്ടിക്കകത്തിടുക, അതാണ് നിന്റെ ജോലി. എന്തോന്ന്? മണൽ വാരി റോളിൽ കയറ്റണം? എന്തോന്ന്? നിങ്ങളെ പോലത്തുള്ള ശകല, ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ചാനൽ ആയതുകൊണ്ട് ആ വാക്ക് വിളിക്കുന്നില്ല. നിങ്ങളെ പോലത്തുള്ള വ്യക്തികളെല്ലാം കുടുംബത്തിൽ കാണും. അവർക്കെല്ലാം ചൊറിയോടെന്ന് പറഞ്ഞ ചൊറിയാണ്. അത് അപ്പി, അതെന്തൊരു അപ്പി അങ്ങനത്തെ ഒരു ടോക്ക്? പിന്നെ പരീക്ഷ പൊട്ടിയാലൊന്നും ഗൾഫിലേക്ക് പോകില്ല. എന്തോന്ന്? അവനെ ഡിഗ്രി വരെ പഠിപ്പിക്കണമെന്ന് അവൻ പറഞ്ഞു. അവനെ ഞാൻ ഡിഗ്രി വരെ പഠിപ്പിച്ചു. അതിനുശേഷം അവനെ നേരെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു. അതാണ് താനെന്താണ് ഗൾഫിൽ പോകാത്ത? കാരണം എന്നെ പോലത്തെ നാട്ടിലിങ്ങനെ പൊങ്ങച്ചവും ഇതൊക്കെ പറയാൻ ആരെങ്കിലും വേണ്ടേ? ലേശ ഉലുപ്പ് അതാണ്. DNA അത് കാണത്തില്ലല്ലോ. നമ്മൾക്ക് ഓൾഡ് ജനറേഷൻ ആണല്ലോ. നിങ്ങൾക്ക് ജെൻസി പിള്ളേരായിട്ടൊന്നും നമ്മളില്ലേ. പക്ഷെ നിന്നെ ഞാൻ ഗൾഫിൽ കയറ്റി അയച്ചിരിക്കും. ഇനി അഥവാ നിനക്ക് ചൊറഞ്ഞു വന്നാ ഞാൻ നിനക്ക് ചൊറഞ്ഞു തരും. എവിടെ ചൊറയാനെന്ന് പറഞ്ഞാ മതി. നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്.